പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു മേഖല സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീയുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ അടിച്ചൊതുക്കുന്ന, അവരെ പർദ്ദയുടെ തടവറക്കുള്ളിൽ തളച്ചിടുന്ന, സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഗോത്ര നാഗരികതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ആരോപണങ്ങൾ മുൻനിർത്തി പലപ്പോഴും ലഭ്യമാകുന്ന അവസരങ്ങളെ ഈ ആരോപണങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച് പോരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മലീമസമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള സിനിമാ മേഖല. നമുക്കറിയാം, മനുഷ്യർ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന കുടുംബ ബന്ധത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ശ്രമിച്ചു പോകുന്നത് ഈ മേഖലയാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം ഈ അടുത്ത കാലത്ത് ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന LGBTQ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്, അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടുന്നതിനുള്ള അവസരങ്ങൾ നൽകിയത്, കുടുംബം എന്നൊരു വ്യവസ്ഥ തന്നെ വേണ്ടതില്ല. മലയാളത്തിലൊരു സംവിധായകൻ തുറന്നു പറഞ്ഞത്, ഒരു 10 വിവാഹമോചനങ്ങൾ നടന്നാൽ എൻ്റെ സിനിമ വിജയിച്ചു എന്നാണ്. അത്രയേറെ മനുഷ്യൻ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിനു വേണ്ടി സമൂഹത്തിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇസ്ലാമിന് നേർക്ക് എന്നും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും രൂക്ഷമായ വൃത്തികെട്ട അഴുക്കുചാലുകളിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധത്തെക്കാൾ മോശമാണ് ഇപ്പൊ ആ മേഖലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ആ പദം സമീപകാലത്ത് രൂപപ്പെട്ടതാണ്. അബ്യൂസിംഗ് വൺസ് പവർ ടു ഒബ്റ്റെയിൻ സെക്ഷൽ പാർട്ട്ണർ, തന്റെ അധികാരം മറ്റൊരാളിൽ നിന്ന് ലൈംഗികാസ്വാദനം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ഡിക്ഷണറികളിൽ ഈ വാക്കിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അഥവാ താൻ പറയുന്ന പണിയെടുത്താൽ, ആ പണി താൻ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ നിനക്ക് ഞാൻ റോള് തരുള്ളൂ, നിനക്ക് ജോലി തരുള്ളൂ എന്നതിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടൊരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒരു സ്ത്രീയുടെ അവകാശത്തെ നിഷേധിക്കുന്ന, സ്ത്രീത്വത്തെ ചവിട്ടുമെതിക്കുന്ന വേറൊരു സങ്കല്പം ലോകത്തിന്റെ മുമ്പ് ഉണ്ടായിത്തീർന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിക്കുകയും ആരോപണമുന്നയിക്കുകയും പിന്തിരിപ്പനാണ് ഇസ്ലാമിന്റെ സ്ത്രീ സമീപനങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഈ ലൈംഗിക വൈകൃതത്തിൽ അവർ നിർവഹിച്ച പങ്ക്, കള്ളക്കടത്ത് സമൂഹത്തിൽ വ്യാപകമാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക്, അവിഹിത ബന്ധങ്ങൾ സമൂഹത്തിൽ വളർത്തുന്നതിൽ അവർ വഹിച്ച പങ്ക്, എത്രയെത്ര പ്രമാദമായ കൊലക്കേസുകളുടെ പ്രതികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇന്ന സിനിമയാണ് എനിക്ക് ഈ കൊലക്കേസ് നടത്താൻ, ഈ കവർച്ച നടത്താൻ പ്രേരകമായിട്ടുള്ളത്. മോഷണവും കൊലപാതകവും തട്ടിപ്പും തുടങ്ങി സമൂഹത്തിലെ പ്രമാദമായ പല കേസുകളിലും പ്രതികൾക്ക് പ്രേരണയായി തീർന്നത് അവർ കണ്ടിട്ടുള്ള സിനിമകളാണ്. ചുരുക്കത്തിൽ സമൂഹത്തിന്റെ ധാർമ്മികതയെ തകർക്കുക എന്നതല്ലാതെ ആധുനിക കാലഘട്ടത്തിലെ ഈ കൊമേഴ്ഷ്യൽ മേഖലയിൽ നിന്ന് ഒരു നന്മയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവർ വിമർശിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇവർ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്ന പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ സാധിക്കും. വർഷം 1400 കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഈ പരിശുദ്ധ ഗ്രന്ഥത്തിന് പഴക്കം 1400 വർഷത്തിലേറെയുണ്ട്. ആ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ കഴിഞ്ഞുപോയിട്ട് 1400-ലേറെ വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നിടത്ത്, സ്ത്രീക്ക് ഔന്നത്യം നൽകുന്നിടത്ത് ഈ പരിശുദ്ധ ഗ്രന്ഥത്തോളും പരിശുദ്ധ പ്രവാചകനോളും സമാനമായ ആശയം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു ഇസവുമില്ല, ഒരു പ്രത്യയശാസ്ത്രവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവല